വചനോപാധിയും മന്ത്രോപാധിയുമായ ബിംബത്തെ പ്രതിഷ്ഠാപൂർവ ക്രിയകൾ ചെയ്ത് അർഘ്യഹസ്തനായ ആചാര്യനും കൂടെയുള്ള പരികർമ്മികളും ചേർന്ന് ഉപചാരപൂർവം ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ചു. ബിംബപാർശ്വങ്ങളിൽ ഘൃതദാതി പാത്രവും അഷ്ടമംഗലവും അവയ്ക്ക് പിന്നിൽ കലശകുംഭങ്ങളുമേന്തി ആചാര്യ പരിവാരങ്ങൾ ഗർഭഗൃഹത്തിലേക്ക് എത്തിയതോടെ പ്രതിഷ്ഠാകർമ്മങ്ങളുടെ ആരംഭമായി. ഗർഭഗൃഹത്തിൽ ബ്രഹ്മപദത്തിലാണ് പ്രായേണ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഗർഭഗൃഹത്തിന്റെ അകത്തളം 7 സമഭാഗങ്ങളാക്കിയാൽ അതിന് മധ്യത്തിലുള്ള ചതുരശ്രഖണ്ഡത്തിന് ബ്രഹ്മപദമെന്ന് പേർ നൽകിയിരിക്കുന്നു. മുറപ്രകാരം പൂജാസ്ഥാനത്തിരുന്ന് ക്രിയകൾ ആരംഭിക്കുന്ന ആചാര്യൻ ആദ്യം പീഠത്തെയാണ് പൂജിക്കുന്നത്. വിഗ്രഹങ്ങൾ ഇറക്കി വെക്കുന്ന ഗർഭഗൃഹത്തിലെ ചതുരശിലാഖണ്ഡമാണ് പീഠം. പാദുകം, ജഗതി, കുമുദം, ഗളം, ഗളപ്പടി, ഓവ് എന്നിങ്ങനെ പീഠത്തിന് 6 ഭാഗങ്ങളുണ്ട്. ബിംബത്തെ പുരുഷ സ്വരൂപമായും പീഠത്തെ സ്ത്രീ സ്വരൂപമായും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. ഷൽപീഠ പൂജയാണ് പീഠപൂജയിലെ ക്രിയ. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന എല്ലാ ദേവതകൾക്കുമായി അതാത് ശ്രീകോവിലുകളിൽ ആചാര്യൻ പീഠപൂജ ചെയ്യുന്നുണ്ട്. പീഠത്തിന്റെ ചുവട്ടിൽ കൂർമ്മശിലയുടെ മുകൾ ഭാഗത്തായി ശരചന്ദ്രന്റെ പ്രഭയോട് കൂടിയ ആധാരശക്തിയെ ആദ്യം പൂജിക്കുന്നു. തുടർന്ന് 2 കൈകളിലും പത്മങ്ങൾ ധരിച്ച മൂലപ്രകൃതിയെ പൂജിക്കും. അനന്തരം നീലവർണ്ണത്തോടു കൂടിയ ദിവ്യകൂർമ്മത്തെ പൂജിക്കുന്നു. ആദികൂർമ്മത്തിന്റെ ഉപരിഭാഗത്തായി മുല്ലപ്പൂവിന്റെ നിറത്തോടു കൂടിയവനും ചക്രധാരിയും ശിരസിൽ ഭൂമിയെ താങ്ങി നിർത്തുന്നവനുമായ ആദിശേഷനെ പിന്നീട് പൂജിക്കുന്നു. പച്ചിലയുടെ ശോഭയോട് കൂടിയവളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടവളും നീലത്താമരയെ അണിഞ്ഞവളുമാണ് ഭൂമിദേവി. അങ്ങനെയുള്ള ഭൂമിദേവി ഇതിനുശേഷം പൂജിക്കപ്പെടുന്നു. ആനന്ദസ്വരൂപമായ ഫലത്തോടും ജ്ഞാനനാളത്തോടും കൂടിയ സർവതത്വാത്മകമായ പത്മത്തെയാണ് പിന്നീട് പൂജിക്കുന്നത്. ഈ താമരയ്ക്ക് 8 ദളങ്ങളുണ്ട്. അവ അഷ്ടപ്രകൃതികളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ പത്മത്തിന്റെ കേസരങ്ങൾ ഷോഡശ വികാരങ്ങളെ സൂചിപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ കുറിക്കുന്നതാണ് ഷോഡശ വികാരങ്ങൾ. ഈ താമരയുടെ കർണിക അകാരത്തിൽ ആരംഭിച്ച് ക്ഷകാരത്തിൽ അവസാനിക്കുന്ന വർണ്ണസഞ്ചയങ്ങളെ കുറിക്കുന്നു. ഷൽപീഠ പൂജയിൽ അവസാനമായി പീഠശക്തിയെ കേസരങ്ങളിൽ അഭയവരദധാരിണിയായി പൂജിക്കുന്നു. ക്ഷേത്രത്തെ സ്ഥൂല ശരീരമായി സങ്കല്പിക്കുമ്പോൾ ബിംബം സൂക്ഷ്മ ശരീരമാണ്. രൂപരഹിതമായ അരൂപ ബിംബങ്ങളും രൂപമുള്ള സരൂപ ബിംബങ്ങളും പ്രതിഷ്ഠിക്കപ്പെടാറുണ്ട്. ഇവിടെ ശില്പചാതുരിയോടുകൂടി ശില്പശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. യോഗപട്ടം ധരിച്ച് ചിന്മുദ്രയോടുകൂടി യോഗാസനത്തിലിരിക്കുന്ന ശ്രീ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം ഉത്തമത്തിലുത്തമമായ ഉത്തരായണ കാലത്തിന്റെ ശുഭമുഹൂർത്തത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ശുഭഗ്രഹോദയവും ശുഭമായ ആഴ്ചയും സമയവും ശുഭദൃഷ്ടിയോഗവുമുള്ളപ്പോൾ പക്ഷബലപൂർണമായ കാലവും ശുഭരാശിയും ഉത്തരായണവും ഒത്തുചേരുന്ന മുഹൂർത്തം നോക്കി ദേവപ്രതിഷ്ഠ നടത്തണമെന്നതാണ് ജ്യോതിഷവിധി. മുഹൂർത്തക്കാരനാൽ നിശ്ചയിക്കപ്പെട്ട ഈ ശുഭലഗ്നത്തിൽ ആചാര്യൻ ആവാഹന ക്രിയകൾ ചെയ്തിരിക്കുന്ന മന്ത്രബിംബത്തെ ബ്രഹ്മസ്വരൂപമായും ആകാശാത്മകമായും ധ്യാനിച്ച് അതിനുശേഷം മനസ്സുകൊണ്ട് ബിംബത്തെയും പീഠത്തെയും അന്യോന്യം യോജിപ്പിക്കുന്നതായി സങ്കല്പിച്ച് ഒപ്പം പ്രതിഷ്ഠാമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പീഠത്തിൽ രത്നന്യാസം ചെയ്ത കുഴിയിൽ തൊട്ടിരിക്കത്തക്ക വിധം സാവധാനം പ്രതിഷ്ഠിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെ മാതൃകയിൽ ഈശ്വരന്റെ ബിംബോപാധിയോട് കൂടിയ ശരീരം പ്രതിഷ്ഠിക്കുമ്പോൾ ആചാര്യൻ ന്യാസമെന്ന നിർമ്മാണ പ്രക്രിയ കൂടി നിർവഹിക്കുന്നുണ്ട്. സൃഷ്ടിയോടുകൂടി ശരീരത്തിന്റെ വളർച്ചയോടൊപ്പം മനസ്സ്, ബുദ്ധി, വ്യക്തിത്വം, ചേതന എന്നിവയും വികസിക്കേണ്ടതുണ്ട്. ഇതിനായി ആചാര്യൻ പ്രതിഷ്ഠയിൽ കല, തത്വം, ഭുവനം, വർണ്ണം, പദം, മന്ത്രം എന്നീ 6 ന്യാസങ്ങളെ ക്രിയ ചെയ്ത് സമർപ്പിക്കുന്നു. മൂലപ്രകൃതി രൂപമായ പീഠത്തെയും മൂലം കൊണ്ട് പുരുഷസ്വരൂപമായ ബിംബത്തെയും ഒന്നിപ്പിച്ച ശേഷം ആ 2 തേജസ്സുകളുടെയും പരസ്പര സങ്കലനത്തിന്റെ ഉറപ്പിനായി അഷ്ടബന്ധമിടുന്നു. ബിംബവും പീഠവുമായുള്ള ബന്ധത്തിന്
താന്ത്രിക സാങ്കേതമനുസരിച്ച് നിർമ്മിക്കുന്ന ദിവ്യമാധ്യമമാണ് അഷ്ടബന്ധം. അഭിഷേകജലം പീഠത്തിന്റെ നാളത്തിലേക്ക് ഇറങ്ങാതെ പുറത്തേക്കൊഴുകുവാനും അഷ്ടബന്ധത്തിന്റെ പ്രയോഗം കൊണ്ട് സാധിക്കുന്നു. ശംഖുപൊടി, ചെഞ്ചില്ലം, കടുക്കത്തോട്, കോലരക്ക്, കോഴിപ്പരൽ, തേരാളും മണൽ, നെല്ലിക്ക, നൂൽപ്പഞ്ഞി എന്നിവയാണ് അഷ്ടബന്ധത്തിന് ഉപയോഗിക്കുന്ന കൂട്ടിന്റെ ചേരുവകൾ. ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതി പുരുഷ ബന്ധം ഉറപ്പിക്കുക എന്നതിന്റെ പ്രതീകാത്മക കർത്തവ്യമാണ് അഷ്ടബന്ധമെന്ന അപൂർവ ക്രിയ നിർവഹിക്കുന്ന ദൗത്യം. ദേവന്റെ പരിവാരങ്ങൾക്കും ധ്വജദേവതകൾക്കുമുള്ള പൂജകളും യഥോചിതം ഇതേ സമയം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ പൂജിക്കപ്പെടുന്ന ബിംബത്തിലും അവയ്ക്കിരുവശമായി സങ്കല്പിക്കപ്പെടുന്ന ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ജീവാദി തത്വമാണ്. സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നുത്ഭവിച്ച ജീവാദി തത്വങ്ങൾ പ്രസ്തുത ശരീരത്തിന്റെ ഘടനയും ജീവനുമാണ്. ഈ സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബിംബപ്രതിഷ്ഠ നടത്തുന്ന ആചാര്യൻ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ജീവാദികൾക്കും പ്രാണാദികൾക്കും പഞ്ചഭൂതാദികൾക്കും വേണ്ടി സപ്തശുദ്ധി ചെയ്യുന്നു. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് കേവലം ഒരു ബിംബമല്ല, മറിച്ച് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യധാരയുടെ ശക്തിയെ ആവാഹിച്ച് ബിംബമായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ശബരീശ സന്നിധിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കന്നിമൂല ഗണപതി ഭഗവാന്റെ സമഭാവനയിൽ കൃഷ്ണശിലയിൽ തീർത്ത ഗണേശ വിഗ്രഹവും മീനം രാശിയുടെ ശുഭമുഹൂർത്തത്തിൽ തന്ത്രവിധിപ്രകാരം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. ഭഗവാന്റെ ഭർതൃപദം അലങ്കരിക്കുവാനുള്ള പ്രതീക്ഷയുമായി മാളികപ്പുറത്ത് വാഴുന്ന ഭഗവതിയുടെ കണ്ണാടി ബിംബമാണ് ഈ ശുഭവേളയിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അഷ്ടൈശ്വര്യങ്ങളേകി കഷ്ടതയകറ്റുമമ്മേ, എല്ലാം നഷ്ടമായ ഞാൻ നിഷ്ഠയാൽ പ്രണമിപ്പൂ.